ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അവരുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കും. അതായത് പല മേഖലയിലായിക്കോട്ടെ നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യസ്തതയുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയുന്നത് പോലെ അത്രയും ഒരു ഡിഫറൻസ്, വൈരുദ്ധ്യമുള്ള വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലീജിയൻ വൈസ് നിങ്ങൾ രണ്ടുപേരും രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തികളോ, അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ചിലപ്പോൾ രണ്ട് സ്റ്റേറ്റിലുള്ള വ്യക്തികളോ, രണ്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ വളർന്നിട്ടുള്ള വ്യക്തികളോ ഒക്കെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എത്ര വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ ഇവർ തമ്മിൽ, അല്ലെങ്കിൽ അത്രയധികം മാച്ചായിട്ടുള്ള വ്യക്തികളല്ല, ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തികളാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് അവരുടെ ഒരു എഫേർട്ട് ഇട്ടിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധം ചിലപ്പോൾ മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈ പറയുന്ന തടസ്സങ്ങളെന്ന് പറയുന്നത് നിങ്ങളെ തമ്മിലുള്ള പൊരുത്തക്കേടുകളോ കാര്യങ്ങളോ മാത്രമായിരിക്കണം എന്നില്ല. അതായത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് തന്നെ പറയാം. ഇപ്പോൾ ചില ബന്ധങ്ങൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ രണ്ട് പാർട്ട്നേഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരുടെയും ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ബന്ധമായിരിക്കും. അപ്പോൾ അതിനകത്തുള്ള വ്യക്തികൾ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പോകാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ പോലും ഒരുപാട് തടസ്സങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെല്ലുവിളികളൊക്കെ നേരിടാൻ സാധ്യതയുള്ള ഒരു ബന്ധം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുറന്ന സംസാരം അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സ്റ്റേജാണ് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാത്ത ഒരുപാട് നിഗൂഢതകളുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ വളരെ ഹോണസ്റ്റായിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം, പല കാര്യങ്ങളും ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപാട് ഒളിയും മറയും എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ചില രഹസ്യങ്ങളായിരിക്കാം അവർ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പല പ്രാവശ്യങ്ങളായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് പറയാതെ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവർ അതിന് ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസും തരാനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനെ നല്ല രീതിയിൽ തന്നെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ പേടിയായതുകൊണ്ടുള്ളൊരു ഫിയർ അല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇപ്പോൾ പോലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ സ്നേഹം നിങ്ങളോടുണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പലർക്കും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലവർക്ക് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് മുതലേ അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലവർക്ക് അവരുടെ ഒരു സ്കൂൾ മേറ്റോ കോളേജ് മേറ്റോ ആ ഒരു തരത്തിലുള്ള വ്യക്തിയായിരിക്കാം. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയ കണക്ഷനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ നിന്ന് വന്ന കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഗ്രൂപ്പിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതായത് ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ചും കൂടി റെസനേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നിട്ട് പിന്നീട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളവരോ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് മാരേജ് ചെയ്ത വ്യക്തികളോ ഒക്കെ ആയിരിക്കാം.
അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഏകദേശം മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയ ശേഷം മാത്രമായിരിക്കും അതൊരു ഡീപ്പ് ലെവലിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ അത്രയും നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടായിട്ടല്ല ഈ ഒരു പേഴ്സൺ തന്നെ പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വെക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പഴയ സ്വഭാവം ചിലപ്പോൾ ഫേക്ക് ആയിരുന്നു എന്ന് പോലും നിങ്ങൾ ചിലപ്പോൾ സംശയിച്ചിട്ടുണ്ടാവാം. അതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ന് മുതലാണോ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അപ്പം മുതൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു ടൈം മുതലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പതിയെ പതിയെ വഷളായിക്കൊണ്ടിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധം ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടൊരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നിരിക്കാം. അതായത് അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതിരുന്നതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് അറിയാനുണ്ട്. അപ്പോൾ ഒന്നിനും ഒരു പ്രോപ്പറായിട്ടുള്ള മറുപടി തരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് പറയാമെന്നായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുന്നത്. അതായത് നമ്മൾ ഈ വഴുതി പോവാന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഉറപ്പില്ലാതെ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, വ്യക്തത ഇല്ലാതെ ഉള്ള ഒരു സംസാരമായിരുന്നിരിക്കും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല എന്ത് ചെയ്യണം എന്ന്. ഈ ഒരു പേഴ്സൺ തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു എനർജിയിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി കുറച്ച് ഇമ്മച്വർ ബിഹേവിയർ കാണിക്കുന്ന ഒരാളായിരിക്കാം. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തോടെ പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് മെച്വറായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ്. ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും ഒരു കുട്ടിക്കളി പോലെയാണ്, അല്ലെങ്കിൽ അത്രയധികം സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ആൾക്ക് നിങ്ങളോട് താല്പര്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ആവാനുള്ളൊരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈ പേഴ്സൺ നിങ്ങളോടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ഒരു ദിവസം കൊണ്ടെടുത്തൊരു തീരുമാനമാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു വ്യക്തി സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു കുഴങ്ങിയിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരത്ര സീരിയസ് ആയിരുന്നില്ലേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത്, അല്ലെങ്കിൽ ഒരു ഇമ്മച്വർ എനർജിയിലായിരുന്നോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ വളരെ ഇമ്മച്വർ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്ക് സീരിയസ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് അവർ കാണിച്ചിട്ടുള്ളത് യഥാർത്ഥമായിട്ടുള്ള ഇഷ്ടം തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്കും അത് അറിയുന്ന കാര്യമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് കുറേ കാണിച്ചിരുന്നൊക്കെ അഭിനയമാണോ എന്നുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നേരത്തെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണോട് നല്ല രീതിയിലുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇമ്മച്വർ ഒരു എനർജിയൊക്കെ ആകുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾ ഒരു കള്ളത്തരം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മറ്റുള്ളവർക്ക് പിടിക്കാനായിട്ട് സാധിക്കും. അതായത് എന്തെങ്കിലും കള്ളം അവർ പ്രവർത്തിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. കക്കാൻ അറിഞ്ഞാൽ നിൽക്കാൻ അറിയണം എന്ന് പറയില്ലേ, അപ്പം ഇവർക്ക് ആ നിൽക്കാനായിട്ട് അറിയാത്ത വ്യക്തികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കള്ളങ്ങളോ ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു പ്രോമിസോ അല്ലെങ്കിൽ വാക്കുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്, ഇന്ന പോലെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതെ അതിലേക്ക് ചെന്ന് വീണിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു വയ്യാവേലി ഈ പേഴ്സൺ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കധികം താല്പര്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ പിന്നീട് നിങ്ങൾക്ക് വേറെ പലരിൽ നിന്നും ഒരു ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. ഇവരുടെ കൊണ്ട് പറഞ്ഞ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഏകദേശം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇതുവരെ നിങ്ങളോടത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് എന്താണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി, ഈ ഒരു പേഴ്സൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് എന്താണെന്നുള്ളത് ഇവർ നിങ്ങളോട് തുറന്ന് സംസാരിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. എന്താണ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ സൈലൻ്റ് ആയിട്ടിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇത്രയധികം ഒരു സ്റ്റക്കായിട്ട് നിന്നു, അല്ലെങ്കിൽ ഒരുപാട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ ആലോചിച്ച് നിന്നു.
അല്ലെങ്കിൽ ഇത് എങ്ങനെ നിങ്ങളോട് പറയുന്നോർത്ത് ഭയപ്പെട്ട് നിന്നിരുന്നു എന്നുള്ളൊരു എനർജിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വിശ്വാസവഞ്ചന ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾക്കത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിന്നത്, അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ടാണ്. പക്ഷേ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ ഇത് നിങ്ങളോട് ഓപ്പൺലി പറയാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് അവർ ഓപ്പണായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് നിങ്ങളോട് ഷെയർ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും പല രീതിയിൽ ഈ ഒരു പേഴ്സൺ അസ്വസ്ഥമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിച്ച് തല പുണ്ണാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് തന്നെ ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു 2 of Swordsൻ്റെ എനർജി ഉണ്ട്, ഹാങ്ഡ് മാൻ്റെ എനർജി ഉണ്ട്, 2 of Wandsൻ്റെ എനർജി ഉണ്ട്. എപ്പോഴും ഒരു ചിന്തയും കൺഫ്യൂഷനും ആകുലതയും തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടി വരുമ്പോഴത്തേക്കും യാതൊരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൂൺ എനർജി കാണാം. നല്ല രീതിയിലുള്ളൊരു കൺഫ്യൂഷനും ആങ്സൈറ്റിയും ഡിപ്രഷനും അല്ലെങ്കിൽ നടുക്കടലിൽ പെട്ട പോലത്തെ ഒരു അവസ്ഥയും, ചിലപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും അവരുടെയും കൂടി ഇടയിൽ പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന ഒരു എത്തും പിടിയും കിട്ടാതെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിങ്സ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ ആകുലതകളും മാറ്റി വെച്ചിട്ട് പരസ്പരം ഓപ്പണായിട്ട് ഇതിനകത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു സംസാരം അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാര്യം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും മിണ്ടുന്ന ഒരു എനർജി ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് ഇപ്പോഴും നിങ്ങൾ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവാം, ഇവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു തൃപ്തിയില്ലായ്മയായിരിക്കും നിങ്ങളിപ്പോൾ ഇതിനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് ഈവൻ കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ പല കാര്യത്തിലും ഒരു എപ്പോഴും മനസ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എന്താണ് ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വ്യക്തിക്ക് വന്ന മാറ്റം, എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാനുണ്ടെന്നുള്ളൊരു എനർജിയിലായിരിക്കാം നിങ്ങളുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിൽ തന്നെയായിരിക്കാം, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഓപ്പൺലി അത് സമ്മതിച്ച് തരാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെ ഒരു നേച്ചർ ഉണ്ട്. അവർക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അവർ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഞാൻ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും ഇന്ന മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അത് വളരെ ഓപ്പണായിട്ട് സമ്മതിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് അത്രയും തെറ്റുണ്ട് എന്നറിഞ്ഞ് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ ഇവർ അങ്ങേയറ്റം വഷളാക്കി കളയും. അതായത് വീണ്ടും വീണ്ടും ചെയ്ത തെറ്റുകൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ച് തരാതിരിക്കുക, അങ്ങനെ ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ ആ ഒരു ബലം പിടിച്ച് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അതുപോലെ തന്നെ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ചീറ്റിംഗ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊന്നും ഓപ്പൺലി സമ്മതിച്ച് തരാനുള്ളവരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഇവർ മാറി നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങേയറ്റം നഷ്ടപ്പെടും എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇനി തുറന്ന് പറയുന്നതായിരിക്കും നല്ലത്, ഇനിയൊന്നും നോക്കാനില്ല, വരുന്നത് വരട്ടെ എന്നുള്ളൊരു എനർജിയിലാണ് അവരിപ്പോൾ നിങ്ങളോട് ഇത് പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഓപ്പൺലി സംസാരിക്കാനായിട്ട്. നമുക്ക് മെയിൻലി ഇവിടെ കാണുന്നത് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ നമുക്ക് കാണാം. തീർച്ചയായിട്ടും അവരൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്, ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഓവർഫ്ലോയിങ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ്, നമുക്ക് എത്ര സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഹോണസ്റ്റി അല്ലെങ്കിൽ സത്യസന്ധത അല്ലെങ്കിൽ പരസ്പര വിശ്വാസം, ഇതെല്ലാം അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴെങ്കിലും ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്രയൊക്കെ കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്തതല്ലേ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് എന്തൊക്കെയോ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സൺ എന്തൊക്കെയോ ഹൈഡ് ചെയ്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നും മിണ്ടാണ്ട് സൈലൻ്റായിട്ട് ഇരുന്നിരുന്നൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റ് എനർജിയിലൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ഹീലിംഗ് പ്രോസസ്സിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ,
അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക. ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് ഹീൽഡ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു ഫൂളിൻ്റെ എനർജിയിലാണ്. അതായത് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിച്ച് വരാനായിട്ട് പോവുകയാണ്. ഇനി വരുന്നത് എന്തും വരട്ടെ, ഇനി കൂടുതൽ ആലോചനയോ കാര്യങ്ങളൊന്നുമില്ല, ഉള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം, ഇനി ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു എനർജിയിൽ വരാൻ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവരുടെ ആലോചനയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒന്ന് വന്ന് മിണ്ടി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ആയിരുന്നെങ്കിൽ ഇനി ക്ലാരിറ്റി ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇവരൊന്ന് പഴയതുപോലെ ആയി കിട്ടിയാൽ മതി എന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റീകൺസിലിയേഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആ ഒരു ഇൻറ്റൻഷനിൽ തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. കാരണം അവർക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത തെറ്റുകൾ പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട് പോയി പോകും എന്നുള്ളൊരു പേടി കൊണ്ടൊക്കെയാണ് അവർ പല കാര്യങ്ങളും പറയാതെ മാറി നിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതുപോലെ ഒരുപാട് മുൻവിധിയൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് നിങ്ങൾക്കൊരു എക്സാക്റ്റ് റിപ്ലൈ തരാതെ ഒഴിഞ്ഞു മാറി നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ആൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കട്ടായിപ്പോയി ഇനി രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി കൂടുതലൊന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തന്നെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിച്ച് വരാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളോ മാനിഫെസ്റ്റേഷൻസോ ഒക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അവർക്കൊന്ന് ഹീൽഡ് ആവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരുപാട് കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന ഒരു എത്തും പിടി ഇല്ലാതെ കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സമാധാനപൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു ശാന്തമായിട്ടുള്ള മനസ്സിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തരത്തിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ടാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇനി ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളത്തെ ഒരു നോ കോൺടാക്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് നല്ലോണം പരുവപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടാവും. ചിലരാണെന്നുണ്ടെങ്കിൽ എന്നാലും എന്നോട് കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതല്ലേ, ഇനി എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവരുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ബന്ധമായിരിക്കാം ഇതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.